ഇതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ 27,600 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഏകദേശം ഒരു 4,20,000 കിലോഗ്രാമിലധികം ഭാരമുള്ള ആകാശ കൊട്ടാരത്തിൻ്റെ ഉൾവശം. അപ്പോൾ അതിനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ആഗോളതലത്തിൽ ഒന്നിലധികം രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഉടലെടുത്ത് വന്ന ഒരു സംരംഭം എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോഴും നമ്മൾ ISSൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ഉപകരണങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കമ്പ്യൂട്ടറുകളും മറ്റ് പാർട്ടുകളും ഒക്കെ തന്നെ കിടക്കുന്ന ഒരു വലിയ ക്യാപ്സ്യൂളായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ആകം ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ അടുത്തായിട്ട് ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ്റെ ഉൾവശമാണ്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള വളരെ ഒതുങ്ങിയ ഒരുപാട് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആധുനിക തരത്തിലുള്ള രീതിയിലാണ് ചൈനയുടെ CNSA പുതിയ ടിയാൻഗോഗ് എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ ISS എന്തുകൊണ്ട് ഇങ്ങനെ കാണപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം സിമ്പിളാണ്, അതിൻ്റെ പഴക്കമാണ്. ഈ അടുത്ത കാലത്താണ് അമേരിക്ക 2031 ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ആയുസ് നീട്ടുന്നത്. 2024 വരെ മാത്രമേ റഷ്യൻ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ മിക്കവാറും 2024 ISS ഡീകമ്മീഷൻ ചെയ്യുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു പേടകത്തെ ഡീകമ്മീഷൻ ചെയ്യുന്നത്? ഇതിനെ ഭൂമിയിലേക്ക് ഇടിച്ചിറക്കാനാണോ പ്ലാൻ, അതോ ആകാശത്ത് തന്നെ നിലനിർത്താനാണോ? ഇത്രയും വലിയൊരു പേടകം ഭൂമിയിൽ ഇടിച്ചിറക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ പറ്റിയാൽ ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ പോലെ ആകില്ലേ എന്ന് ആശങ്കപ്പെടുന്നവരും നിലവിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിന് ഉപയോഗപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും മിലിറ്ററി പർപ്പസിന് വേണ്ടിയുള്ളതോ ആയിരിക്കണമെന്നില്ലല്ലോ. വാക്സിൻ നിർമ്മാണം, ആഫ്രിക്ക പോലെയുള്ള ഭൂഖണ്ഡങ്ങളിലുള്ള ദരിദ്ര രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജലം ലഭ്യമാകാത്ത രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം വാട്ടർ പ്യൂരിഫിക്കേഷൻ എക്സ്പെരിമെൻറ്റുകൾ, റോബോട്ടിൻ്റെ സഹായത്തോടു കൂടിയുള്ള പരിപൂർണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഓപ്പറേഷനുകൾ സജ്ജമാക്കുക, നമുക്കറിയാത്ത പ്രോട്ടീനുകൾ എങ്ങനെയാണ് ജീവശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അത് ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക തുടങ്ങി ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യൻ യാത്ര ചെയ്യുന്ന സമയത്ത് നേരിടാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ മൈക്രോഗ്രാവിറ്റിയിൽ പഠിക്കുക എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് എക്സ്പെരിമെൻറ്റുകളും അതിനാവശ്യമായിട്ടുള്ള ലബോറട്ടറിക്കൽ സിസ്റ്റവുമായിട്ടാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഓർബിറ്റിൽ എത്തിക്കുന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും 1998 മുതൽ 2022 വരെയുള്ള കാലയളവിലുള്ള എല്ലാ വർഷങ്ങളിലും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഓൺ ബോർഡിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് ഭൂമിക്ക് പുറത്തുള്ള ജീവസാന്നിധ്യം കണ്ടിന്യൂസ് ആയിട്ട് 20-22 വർഷമായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തുടർന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നാച്ചുറൽ ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പേസ് വാക്കിലൂടെ മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ റീപ്ലേസ് ചെയ്യുക, സോളാർ പാനലുകളെ ശരിയാക്കുക, ചെറിയ ചെറിയ മീറ്റിയോറൈറ്റുകളും മറ്റ് ഉപഗ്രഹങ്ങളുടെ സ്പേസ് ഡെബ്രിസ് എന്ന് പറയുന്ന ഭാഗങ്ങളും ഒക്കെ തന്നെ വന്നിടിക്കുന്നതിൽ നിന്നും രക്ഷ നേടുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സെൻസറുകളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആവശ്യമാണ്. കാലം കഴിയുന്തോറും പ്രവർത്തിക്കുന്ന എന്തൊരു സാധനവും കേടായി പോകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ അകത്ത് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ടെക്നോളജി ഇക്കാലത്തെ അത്യാധുനിക ടെക്നോളജി അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപകരണങ്ങളെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ കാലഘട്ടത്തിലുള്ള പഴക്കത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മാത്രമേ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ കഴിയൂ. പഴയ ഡോക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇന്നത്തെ ഡോക്കിംഗ് സൗകര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അവരുടെ ഡോക്കിംഗ് സംവിധാനത്തെയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്പേസ് എക്സിൻ്റെ കാർഗോ പോയ സമയത്തൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഡോക്കിംഗ് സൗകര്യം വികസിപ്പിച്ചെടുത്തിരുന്നു. എങ്കിലും എത്ര തവണ ഒരു പോർട്ടിൽ ഡോക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അവിടെ ലീക്കുകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്യം തെറ്റി വരുന്ന മീറ്റിയോറൈറ്റുകളെയും സ്പേസ് ഡെബ്രിസുകൾക്കും വേണ്ടി സ്ഥാനം മാറ്റുക മാത്രമല്ല, 2018 ജൂലൈ അവസാന ആഴ്ചയിൽ റഷ്യയുടെ സോയൂസ് വെഹിക്കിളിൻ്റെ ഒരു പാർട്ടിൽ 2 മില്ലിമീറ്റർ വ്യാസം വരുന്ന ഒരു തുള കണ്ടെത്തി.
അത് സ്വാഭാവികമായിട്ടുണ്ടായൊരു തുളയല്ല, ഉപകരണം വെച്ച ശക്തമായിട്ടുള്ള മൊഡ്യൂളിനെ തുളച്ചിരിക്കുന്നതായിട്ട് നാസ എന്ന് പറയുന്ന അമേരിക്കൻ ഏജൻസി ആ ISSനകത്തുള്ള ഡീപ് പ്രഷറൈസേഷൻ മോണിറ്ററുകളുടെ സഹായത്തോടുകൂടി കണ്ടെത്തുകയും അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ആ ഒരു ഹോളിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരോ മനഃപൂർവ്വം ചെയ്തതുപോലെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷം ഇപ്പോൾ 2021 അവസാന മാസങ്ങളിലേക്ക് വരുമ്പോൾ റഷ്യ അവരുടെ ഗവേഷണപരമായിട്ടുള്ള ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. ഔനോൺ ചാൻസലർ എന്ന് പറയുന്ന വനിത ലോഞ്ചിങ്ങിന് ശേഷം തനിക്കുണ്ടായിട്ടുള്ള സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ മൂലം, അതായത് ലോഞ്ചിങ്ങിന് ശേഷം ഇത്ര നാൾ പ്രവർത്തിക്കണം എന്നുള്ള ആവശ്യത്തിലാണല്ലോ സ്വാഭാവികമായിട്ടും ആസ്ട്രോനോട്ടുകളായാലും കോസ്മോനോട്ടുകളായാലും സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പക്ഷേ തനിക്ക് ലോഞ്ചിങ്ങിന് ശേഷം ഉണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വളരെ വേഗം ഭൂമിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും അതിനുവേണ്ടി കൃത്രിമമായിട്ട് തുള ഉണ്ടാക്കുകയും ചെയ്തു എന്ന് റഷ്യൻ സ്പേസ് ഏജൻസി റിപ്പോർട്ട് പുറത്തുവിട്ടു. പക്ഷേ ജോ ബൈഡൻ ഇതുവരെയും അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 2021 റഷ്യയുടെ സോയൂസിൻ്റെ ഒരു കാർഗോ ഷിപ്പ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഡോക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ പാർട്ടുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് പ്രഷറൈസേഷനൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന ഡോറുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ ഡോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ത്രസ്റ്റർ, അതായത് ഇതിൻ്റെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ബൂസ്റ്ററിൽ ഒരെണ്ണം ഇവരുടെ നിയന്ത്രണമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ഇത്രയും വലിയ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുള്ള ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ 1.5 തവണ തിരിയുകയും ചെയ്തു. ഏകദേശം 540 ഡിഗ്രി തിരിയുകയും ചെയ്തു. അത് സാധാരണ നമ്മൾ ഹോളിവുഡ് മൂവീസിൽ കാണുന്നത് പോലെ ഈ അതിനകത്തുള്ള ആസ്ട്രോനോട്ടുകളൊക്കെ തന്നെ ഭിത്തിയിലേക്ക് അമർന്നിരുന്ന അതിനകത്തുള്ള കമ്പ്യൂട്ടറൊക്കെ ഇളകി വീഴുന്ന രീതിയിലല്ല, വളരെ പതുക്കെ 1 മിനിറ്റിൽ 1/2 ഡിഗ്രി എന്നുള്ള നിലയ്ക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പതിയെ 540 ഡിഗ്രി തിരിഞ്ഞു. നമുക്കറിയാം ഒരു 360 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ എവിടെ തുടങ്ങിയോ അതേ ലെവലിൽ തിരിച്ചു വന്ന് നിൽക്കാൻ പറ്റും. 540 ആകുമ്പോൾ ഒരു 1.5 തവണയായി. അപ്പോൾ പിന്നീട് തിരിച്ച് ഒരു 180 ഡിഗ്രി കറങ്ങി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പഴയ അവസ്ഥയിലേക്ക് വന്നു. റഷ്യയുടേത് കുറച്ചുകൂടി ഒരു പഴയ ടെക്നോളജിയാണ് ഇപ്പോഴും ISSൽ ഉപയോഗിക്കുന്നത്. അമേരിക്ക പുതിയ ടെക്നോളജികൾ സ്പേസ് സ്റ്റേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേപോലെയുള്ള ISSൻ്റെ പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ട് ചൈന തങ്ങളെ ഉൾപ്പെടുത്താത്ത ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മിഷനെതിരെയുള്ളൊരു വാശി എന്നുള്ള നിലയ്ക്ക് സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ അത്യാധുനികമായിട്ടുള്ള രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്നു. ISS കാലപ്പഴക്കം ചെന്നതാണെന്നും ഞങ്ങളുടെ സ്പേസ് സ്റ്റേഷനിൽ പരീക്ഷണങ്ങൾ നടത്തൂ എന്നും പറഞ്ഞ് ലോക സമൂഹത്തെ വിളിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ പുതിയ സ്പേസ് സ്റ്റേഷൻ്റെ സമയമായി എന്ന് മാത്രമല്ല ISSൻ്റെ അപകടം വളരെ കൂടുതലുമാണെന്ന് മനസ്സിലാക്കാം. റഷ്യയ്ക്ക് വളരെയധികം ചെലവ് ഇപ്പോൾ ISSൻ്റെ മുകളിലുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികൾ വളർന്നു വന്നതോടുകൂടി അമേരിക്ക സ്വന്തം രാജ്യത്തെ പ്രൈവറ്റ് കമ്പനികളെ ആശ്രയിക്കാൻ തുടങ്ങി. ഈ ഒരു ആശ്രയം കൂടി ആയപ്പോഴാണ് റഷ്യയ്ക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായത്. അതായത് ഒരുപാട് എക്സ്പെൻസ് വരുന്നു, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതേപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ആയപ്പോൾ 2024 തങ്ങൾ പൂർണ്ണമായിട്ടും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പിൻവാങ്ങുമെന്ന് റഷ്യ അറിയിച്ചു. സത്യത്തിൽ 15 വർഷത്തെ ആയുസ് പറഞ്ഞിരുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിലേറെ കാലം പ്രവർത്തിച്ചു. 2024 റഷ്യ പിൻവാങ്ങി കഴിഞ്ഞാൽ പിന്നീട് അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാനും അമേരിക്കയും കാനഡയും മാത്രമാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു 2024 മറ്റെല്ലാ രാജ്യങ്ങളും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുള്ള സപ്പോർട്ട് നിർത്തുമെന്നും അതിനെ ഡീകമ്മീഷൻ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ 2030 പൂർണ്ണമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അവിടുത്തെ ISSൻ്റെ ഉപയോഗം കുറയ്ക്കുമെന്നും അതിനുശേഷം 2031 പോയിന്റ് നെമോ, നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയിന്റ് നെമോ എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലെ ഒരു പോയിന്റിൽ ISSനെ ഇടിച്ചിറക്കുമെന്നും ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നിരുന്നു. 2024 ശേഷം റഷ്യൻ സപ്പോർട്ട് ഇല്ലെങ്കിലും പ്രൈവറ്റ് കമ്പനികൾക്ക് വൻതോതിൽ നാസ ഫണ്ട് ചെയ്തുകൊണ്ട് വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആർത്തമിസ് പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഇതൊരു പഴയ സാധനമാണ് എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഉണ്ടാവും. എന്നതിനിടയിൽ തന്നെ പ്രൈവറ്റ് കമ്പനികളുടെ സഹായത്തോടു കൂടി സ്വന്തം നിലയ്ക്ക് അമേരിക്ക ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് തത്തുല്യമായിട്ടുള്ള മറ്റ് സ്പേസ് സ്റ്റേഷനുകൾ, മിനിമം ഒരു 3 സ്പേസ് സ്റ്റേഷനുകളെങ്കിലും ബഹിരാകാശത്ത് ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിൽ എത്തിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഇടിച്ചിറക്കുക? പക്ഷേ അതേസമയം ഒരുപാട് സ്പേസ് സ്റ്റേഷനുകൾ നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയാണ് ചെയ്തത്. ലോകത്ത് ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും വലിയ ഒരു സ്പേസ് സ്റ്റേഷനാണ് ISS എന്ന് പറയുന്നത്. ഏകദേശം 4,20,000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രയും പാർട്ടുകൾ മുഴുവനായിട്ട് ഭൂമിയിലേക്ക് റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായിട്ടുള്ളൊരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഒന്നും ആയിരിക്കില്ല. ഒരു പ്ലെയിൻ ക്രാഷ് പോലെ പല ഭാഗത്തായിട്ട് ചിതറി വീഴാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അന്തരീക്ഷത്തിലൂടെ തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മുടെ ഘർഷണം മൂലം ഇത് ഉരഞ്ഞ് ചൂട് പിടിച്ച് കത്തി നശിക്കുകയാണ് സാധാരണ ചെയ്യേണ്ടിയിരിക്കുന്നത്.
അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് ചെയ്യുകയാണെങ്കിൽ കടലിൽ വീഴുകയും ഉള്ളൂ, അതിനു മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ കത്തിത്തീരും. കത്തിത്തീരാത്തവ മനുഷ്യ സാന്നിധ്യമില്ലാത്ത കടലിൻ്റെ സെൻറ്റർ ഭാഗത്ത് എവിടെയെങ്കിലും, പസഫിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് എവിടെയെങ്കിലും അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യും എന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ബൂസ്റ്ററുകളുടെ സഹായത്തോടു കൂടി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ISS വെറുതെ 27,000 km/h വേഗത്തിൽ ഭൂമിയെ ചുറ്റുകയല്ല. അവർ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചെറിയ വായുവിൻ്റെ ഫ്രിക്ഷൻ മൂലം താന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓരോ മിഷൻ കഴിയുമ്പോഴും റോക്കറ്റ് സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ ഉയർത്തി നിർത്തിയാണ് ഈ ഒരു ഏകദേശം ഒരു 400 km റേഞ്ചിൽ നിലനിർത്തുന്നത്. റഷ്യയുടെ ഒരു പ്രപ്പോസൽ എന്നുള്ള നിലയ്ക്ക് അവർ പറയുന്നത് പ്രത്യേക തരത്തിലുള്ള കാർഗോ ഷിപ്പുകൾ അയച്ചിട്ട് അതിൻ്റെ ത്രസ്റ്ററുകളുടെ സഹായത്തോടു കൂടി നമ്മൾ വിചാരിക്കുന്ന ഒരു പാതയിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പാത പോലെ കൊണ്ടുവന്ന് കടലിൽ ഇടിച്ചിറക്കുക എന്നുള്ളതാണ്. ഒരു സ്പൈറൽ ഷേപ്പിലൊക്കെ തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഒരു പാർട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് അത് കത്തി വീഴാൻ സാധ്യതയുണ്ട്. കത്തി വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂമി സ്വയം തിരിയുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് വീഴണം എന്നില്ല. ഇത് ചിലപ്പോൾ ചിതറി പല പ്രദേശങ്ങളിലും വീഴാനുമുള്ള സാധ്യത തള്ളിക്കളയാനും ആകില്ല. അപ്പോൾ ആക്സിയോം എന്ന് പറയുന്ന ടെക്സാസ് ബേസ് ചെയ്തുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനിയുണ്ട്. അപ്പോൾ അവർ 2031 വരെ ISSനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് മൊഡ്യൂളുകൾ ഉണ്ടാക്കി സ്പേസ് സ്റ്റേഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് 2031 കൂടി സ്പേസ് സ്റ്റേഷൻ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അതിനെ വേർപെടുത്തി സ്വന്തം ബൂസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേസിൽ നിലനിർത്താനാണ് ആക്സിയോം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഭാവിയിലെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാവിയിലെ സ്പേസ് സ്റ്റേഷനുകൾ ഇൻ്റർനാഷണൽ ആണോ എന്ന് നമുക്കറിയില്ല, ഭാവിയിലെ സ്പേസ് സ്റ്റേഷനുകളിൽ ഓരോ മൊഡ്യൂളുകൾക്കും സ്വന്തമായിട്ട് ബൂസ്റ്ററുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഡീകമ്മീഷൻ ചെയ്യുന്ന നേരത്ത് ഓരോന്നായിട്ട് ഇതിനെ വേർപെടുത്തി, ഡോക്കിങ്ങുകൾ വേർപെടുത്തി, പോർട്ടുകളിൽ നിന്ന് വേർപെടുത്തി നമ്മളിവിടെ നിന്ന് പോകുന്ന ഒരു കാർഗോ ഷിപ്പിൻ്റെ സഹായത്തോടു കൂടി ഫ്യൂവൽ നിറച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ പാർട്ടായിട്ട് ഭൂമിയിലേക്ക് ഇറക്കാം. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ എല്ലാ പാർട്ടിലും റോക്കറ്റ് ത്രസ്റ്ററുകളോ ബൂസ്റ്ററുകളോ ഇല്ല. അപ്പോൾ ഒരൊറ്റ സെറ്റായിട്ട് നിയന്ത്രിച്ച് വേണം ഇതിനെ താഴേക്ക് ഇറക്കേണ്ടത് എന്നൊരു പ്രശ്നം നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതലും ഒരുപാട് പ്ലാനുകൾ മുന്നോട്ട് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള പേടകം അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്ത ഒരു ഉപഗ്രഹം എങ്ങനെയാണോ ഭൂമിയിലേക്ക് തിരിച്ചിറക്കുന്നത് അതേപോലെ വളരെ പതിയെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ബൂസ്റ്ററുകൾ ഘടിപ്പിച്ചിട്ട് പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നിമയിലേക്ക് ഈ ഒരു സാധനത്തെ തള്ളുക അല്ലെങ്കിൽ ഇടിച്ചിറക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് വായിച്ച ചില ആർട്ടിക്കിളുകളിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഒരു മ്യൂസിയമായിട്ട് നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലിപ്പോഴുമുള്ള ടെക്നോളജിയും വയറിംഗ് സംവിധാനവും സോളാർ പാനലുകളുടെ ഒരു സംവിധാനവും പിന്നെ അതിനകത്തുള്ള പ്രധാന പാർട്ടുകളൊക്കെ തന്നെ പിൻവാങ്ങിയ റഷ്യയുടെ മൊഡ്യൂളുകളാണ് എന്നുള്ളത് കൊണ്ടുമൊക്കെ തന്നെ ഒരുപാട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു മ്യൂസിയമായിട്ട് നിലനിർത്തുന്നതിന് അതിനുണ്ട്. കേവലം അതിനെ സജീവമായിട്ട് നിലനിർത്താൻ തന്നെ കോടികളുടെ തുക അത് നയിക്കുന്ന രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ പുതിയ രീതിയിലുള്ള ആധുനികമായിട്ടുള്ള സ്പേസ് സ്റ്റേഷനുകളാണ് നമുക്ക് ആവശ്യം. ചന്ദ്രന് ചുറ്റും കറങ്ങുന്ന സ്പേസ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി ആദ്യം ഭൂമിയിൽ നിന്ന് ലൂണാർ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ചന്ദ്രനിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന പദ്ധതിയും ഒക്കെ തന്നെ നാസ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥിതിക്ക് പുതിയ സ്പേസ് സ്റ്റേഷനുകളെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിന്നും സ്പേസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും അതിൻ്റെ ഡീകമ്മീഷനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ എപ്പിസോഡുകൾ പോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷനുകളും അഭിപ്രായങ്ങളും നെഗറ്റീവ്സും ഒക്കെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്കുകൾ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.